അരൂപിയായ ദൈവം മനുഷ്യാവതാരം സ്വീകരിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ പൊൻസുദിനം. ഇതാ സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. താഴെ ഭൂമിയിലേക്ക് നോക്കിയേ, എന്തു ഭംഗിയാണ് ഈ കാഴ്ച. കുന്നുകളും താഴ്വാരങ്ങളും മരങ്ങളും നദികളും ഭൂമി മഞ്ഞിൻ കണങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ എത്ര മനോഹരം! ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുന്ന ഈ പൊൻസുദിനത്തിൽ നക്ഷത്രങ്ങളായ നമുക്ക് ഒരു പ്രതീകമാകാൻ കഴിഞ്ഞത് എത്ര വലിയ അനുഗ്രഹമാണ്. രക്ഷകനായ യേശുവിനെ കാണുവാൻ ആർക്കാണ് ആദ്യം ഭാഗ്യം ലഭിക്കുക? ഒരു പക്ഷേ രാജാവിന്? അല്ല അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരന്. അതുമല്ലെങ്കിൽ ധാരാളം രത്നവും സ്വർണവുമുള്ള ധനികന്. ദേ ഒരു മാലാഖ. ലോകരക്ഷകനായ യേശുവിനെ കാണുവാൻ ആദ്യം ഭാഗ്യം ലഭിക്കുന്നത് ആർക്കെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ പോകുന്ന വഴിയെ നോക്കിയാൽ ആർക്കാണ് ആ സന്ദേശം ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. മടുത്തു. പകല് മുഴുവൻ വെയിലും കൊണ്ട് കുന്നുകൾ താണ്ടി ആടുകളെ മേയ്ക്കണം. വൈകുന്നേരമായാൽ ഈ കാലികളുടെ കൂടെ ദുർഗന്ധം ശ്വസിച്ച് കഴിയണം. ഇതെല്ലാം സഹിക്കാം. രാത്രിയായാൽ തണുപ്പ് തുടങ്ങും. മറ്റുള്ളവർ സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഈ താഴ്വാരത്ത് നമ്മൾ മാത്രം തണുത്തു മരവിക്കും. സഹിക്കി, പൂർവികർ നമുക്ക് കൈമാറിത്തന്ന തൊഴിലല്ലേ. നമ്മളും നമ്മുടെ മക്കളും, അങ്ങനെ നമ്മുടെ തലമുറ മുഴുവനും ആട്ടിടയർ. ആര് ചത്താലും ജീവിച്ചാലും അവന്റെ ഒരു കിന്നര വായന. ഞാനിത് വാങ്ങിച്ച് ഒടിച്ചു കളയും. ജസേൽ, എടാ ജസേൽ. ചേട്ടന്മാരെ, നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് ഒന്നിനോടും ദേഷ്യം തോന്നില്ല. ദുഃഖങ്ങളും വേദനകളും വരുമ്പോൾ ഞാൻ ഈ കിന്നരം വായിക്കും. ഇതിൽ നിന്ന് ഒഴുകിയെത്തുന്ന സംഗീതം. നിർത്ത്. അവന്റെ ഒരു സംഗീതം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും മാത്രമേ ഉള്ളൂ. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഇങ്ങനെയൊക്കെ ജീവിച്ചു തീർത്താൽ മതി. നമ്മുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാകും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇവന് ഭ്രാന്ത. ചേട്ടന്മാരെ, ദേ നോക്കിയേ, ഒരു മാലാഖ. മാലാഖയോ? എവിടെ? ഞങ്ങൾ കാണുന്നില്ല. നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അല്ല, ഞാൻ കണ്ടു. മാലാഖയെ ഞാൻ കണ്ടു. എവിടെയോ, ഇവിടെ എവിടെയോ മാലാഖയുണ്ട്. ദേ, ഞങ്ങൾക്ക് കാണാം ഒരു മാലാഖ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങൾക്കായി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ലോകരക്ഷകനെ ആദ്യം കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സമയം കളയണ്ട, നമുക്ക് വേഗം ബെത്ലഹേമിലേക്ക് പോകാം. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും.
വിശുദ്ധ അസീസിയുടെ വാക്കുകൾ നമുക്ക് കാതോർക്കാം. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും സ്വന്തം ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ എന്തു ഫലം? ഉണ്ണിയെ സ്വീകരിക്കാൻ നമുക്ക് ഹൃദയങ്ങൾ ഒരുക്കി വിശുദ്ധിയോടെ കാത്തിരിക്കാം.